ഹായ് ഫ്രണ്ട്സ്, പ്രസൂസ് ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് കേട്ടോ. സാധാരണ നമ്മൾ കൃഷിയും പാചകവും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്. ഇന്ന് നമുക്ക് സാധാരണ നമ്മുടെ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ വരുന്ന ചെറിയ തരം ഓഫറുകളുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ വീഡിയോ ആണ്. അജിയോ എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മുടെ ട്രെൻഡ്സിൻ്റെയൊക്കെ ഷോപ്പിംഗ് സൈറ്റാണ് അജിയോ. അജിയോയിൽ ഈ അടുത്ത കാലത്ത് ധാരാളം ഓഫറുകൾ നടന്നു. 50% മുതൽ 90% വരെ ഓഫർ എന്ന് പറഞ്ഞ് ധാരാളം സാധനങ്ങൾ, അതായത് ഡ്രസ്സും ബാഗുകളും ചെരുപ്പുകളും അങ്ങനെ പലതരം സാധനങ്ങളുടെ ഒരു വലിയ കലവറ തന്നെ ഓഫറിൽ ഉണ്ടായിരുന്നു. ആ ഓഫറിൽ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കൊച്ചുകുട്ടികൾക്കായി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ചാനൽ കാണുന്നതിൽ ധാരാളം കൊച്ചുകുട്ടികളുള്ള അമ്മമാരുള്ളതായി ഞാൻ കണ്ടു. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഇടുന്നത്. ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ 70 രൂപ മുതലാണ് വാങ്ങിച്ചിരിക്കുന്നത്. 70 രൂപ മുതൽ ഒരു 100, 120 വരെ. അതിലപ്പുറത്തേക്ക് ഒരു ഡ്രസ്സിനും വില കൂടിയിട്ടില്ല. ഓഫർ ഇല്ലാത്ത സമയത്ത് ഫുൾ കാശിന് നമ്മൾ വാങ്ങുന്ന പല ഡ്രസ്സുകളുമാണ് ഈ ഓഫർ സമയത്ത് അവർ വളരെയധികം വിലക്കുറവിലിട്ടേക്കുന്നത്. ഇതിന് ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. പക്ഷേ ക്വാളിറ്റിയിലൊന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ മൈന്യൂട്ട് വ്യത്യാസമായിരിക്കാം അവരിതിലേക്ക് ഇടുന്നതെന്ന് തോന്നുന്നു. പക്ഷേ തുണിയുടെ ക്വാളിറ്റിയൊന്നും ഒരു വ്യത്യാസവുമില്ല. നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സ് തന്നെയാണ് ഈ ഓഫർ സമയത്തും അവരിടുന്നത്. പിന്നെ ഈ എടുത്ത ഡ്രസ്സുകൾ എനിക്ക് പറയാനുള്ളത്, ഈ ടീഷർട്ട് പോലത്തെ ഐറ്റംസൊക്കെ നല്ല കറക്റ്റാണ്, നല്ല ക്വാളിറ്റിയാണ്, നല്ലതാണ്. നമ്മൾ ഈ നിക്കർ ടൈപ്പും അല്ലെങ്കിൽ പാൻറ്റ് ടൈപ്പും ഒക്കെ എടുക്കുമ്പോൾ ഇതിൻ്റെ എലാസ്റ്റിക് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ചില കുട്ടികൾക്ക് ഇത് എലാസ്റ്റിക്കിൽ ഹിപ്പിൽ നിൽക്കില്ല. ചിലത് ഓക്കെയാണ്, കുഴപ്പമില്ലാത്തതുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതെങ്ങനെ തിരിച്ചറിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ എടുക്കുന്ന സമയത്ത് ആ ഒരു ഫോട്ടോ അത് കുറച്ചുകൂടി സൂം ചെയ്ത് നല്ലപോലെ നോക്കി നല്ലപോലെ ക്ലിയർ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് പൊളിച്ച് അതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് നഷ്ടമൊന്നുമില്ല കേട്ടോ. കാരണം തുണി നല്ല ക്വാളിറ്റിയാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തുണിയാണ് തന്നെ. ഈ റേറ്റിന് നമുക്ക് കടയിൽ പോയി വാങ്ങിച്ചാൽ പോലും 250 രൂപ കുറഞ്ഞ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 200 രൂപയെങ്കിലും കൊടുക്കണം ഒരു ഡ്രസ്സിന്. അപ്പം നമുക്ക് ആ ഒരു നോക്കിക്കഴിഞ്ഞാൽ 3 ഡ്രസ്സൊക്കെയാണ് കിട്ടുന്നത് ആ ഒരു റേറ്റിന്. അതുകൊണ്ട് തീർച്ചയായും ഇതൊരു നഷ്ടമല്ല. 3-4 ഡ്രസ്സ് വരെ കിട്ടി ഈ 250 റേറ്റ് വരുമ്പോൾ. സ്വാഭാവികമായിട്ട് ഇത് ലാഭമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. അജിയോ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവർ ചെയ്യുന്നതായിരിക്കാം. എനിക്കത് മനസ്സിലായത്, ഞാനൊരു നാട്ടിൻപുറത്താണ് താമസിക്കുന്നത്. ഇവിടെ സാധാരണ അജിയോയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഡെലിവറി കിട്ടുമെന്ന്. കാരണം സിറ്റിയിലൊക്കെയാണ് പൊതുവേ ഡെലിവറി കിട്ടിയിരിക്കുന്നത്. ഞാൻ സിറ്റിയിലായിരുന്ന സമയത്താണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. അന്നേരം ഞാൻ നാട്ടിൻപുറത്ത് ഡെലിവറി നോക്കിയപ്പോൾ അന്നേരം നാട്ടിൻപുറത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് നാട്ടിൻപുറത്തും ഡെലിവറി ഉണ്ട് അജിയോയ്ക്ക്. അജിയോ ഡെലിവറി നാട്ടിൻപുറത്തുണ്ടെന്ന് മാത്രമല്ല, എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും നമുക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫറും ഉണ്ട്. ഈ ഓഫർ സമയത്ത് സാധാരണഗതിയിൽ മറ്റ് സൈറ്റുകളൊന്നും അല്ലെങ്കിൽ ഡയറക്റ്റ് ഷോപ്പിംഗ് പോലും നമുക്ക് എക്സ്ചേഞ്ച് തരുന്നതല്ല. പക്ഷേ ഇവർ നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റ് നമ്മൾ കാശ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഷ്യൂരിറ്റി അവർ നമുക്ക് തരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഒരു 3 ഡ്രസ്സ് വരുന്നൊരു കോംബോ ഓഫർ ഉണ്ടായിരുന്നു. അതിലൊരു ഡ്രസ്സ് മാത്രമേ കിട്ടിയുള്ളൂ. 2 ഡ്രസ്സ് മിസ്സിങ് ആയിരുന്നു. അപ്പം ഞാൻ ആ 2 ഡ്രസ്സും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അവർ പ്രോഡക്റ്റ് തരികയും അവർ പ്രോഡക്റ്റ് ചെക്ക് ചെയ്ത് നോക്കി എനിക്ക് കിട്ടിയ പ്രോഡക്റ്റിനെ കറക്റ്റായിട്ട് വാങ്ങിക്കൊണ്ട് പോവുകയും എനിക്ക് കറക്റ്റായിട്ട് കിട്ടേണ്ട പ്രോഡക്റ്റ് ഏതാണോ അത് കൃത്യമായി തരികയും ചെയ്തു. അവരുടെ സർവീസ് എനിക്ക് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ സമയമുള്ളവരൊക്കെ തന്നെ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്ലസ് പോയിൻ്റാണ്. കാരണം അവർ കുറച്ച് കൂപ്പൺസൊക്കെ തരും. പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് തരും. അങ്ങനെ കുറച്ച് പ്ലസ് പോയിൻ്റ് ഉണ്ട്.
ഗിഫ്റ്റ് എങ്കിലും കുറേ കൂപ്പൺ കിട്ടും. കൂപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സിംഗിൾ പർച്ചേസിനൊക്കെ പോകുന്ന സമയത്ത് ഈ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓഫർ കിട്ടും. അത് ഓഫർ ഇല്ലാത്ത സമയത്താണെങ്കിലും ഈ കൂപ്പൺ ഉണ്ടെങ്കിൽ നമുക്ക് ഓഫർ തരുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് ഷോപ്പിൽ പോകുമ്പോൾ കിട്ടും. നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂപ്പണൊന്നും അവർ തരില്ല. കാരണം അത്രമാത്രം ഡിസ്കൗണ്ട് നമുക്ക് തരുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ കൂപ്പണിൻ്റെ ആവശ്യം കൂടെ ഇല്ല. ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. നല്ല നല്ല വീഡിയോസുമായി കൃഷികളും പാചകവും ഒക്കെയായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും.